എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മക്രോണിയാണ്. സ്പൈസി മക്രോണിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മക്രോണി വേവിച്ചെടുക്കണം. ഞാൻ ഒരു കപ്പ് മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ചൂടായ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിന് അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഇത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരുപാട് കൂടിയാലും സാധനം നമുക്ക് പിന്നെ ഊറ്റിക്കളയാം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം എടുത്ത് നമ്മൾ വെച്ചേക്കണം. നമുക്ക് ആദ്യം ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു അല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ മക്രോണി ഒന്നും പരസ്പരം ഒന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരല്പം മാത്രം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള മക്രോണി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. കുറച്ച് സമയം എടുക്കും. എന്നാലും നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ വെന്തതിന് ഇത് ഒരെണ്ണം എടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ പെട്ടെന്ന് രണ്ടായിട്ട് മുറിഞ്ഞ് വരുന്നതാണ് അതിൻ്റെ പാകം. അപ്പം നന്നായിട്ട് വെന്തെന്നാണ് കേട്ടോ അതിൻ്റെ മീനിങ്. ഒന്ന് ഇളക്കി കൊടുക്കണം. മക്രോണി ഇട്ടിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാവേ. പിന്നെ ഈ വെള്ളം, അതായത് നമ്മൾ ഈ പാസ്ത വേവിച്ച് ഈ വെള്ളം ഇല്ല, അത് കുറച്ച് നമുക്കൊന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ. നമുക്ക് പിന്നെ അത് ആവശ്യമുണ്ട്. കുറച്ച് മാത്രം, ഏകദേശം ഒരു ഗ്ലാസ് വെള്ളത്തോളം നമുക്കൊന്ന് മാറ്റി വെച്ചേക്കാം. പിന്നെ ഇതൊന്ന് ഊറ്റിയെടുക്കാം. നമ്മുടെ പാസ്ത എന്തോന്ന് നോക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ഒരു പാസ്ത എടുത്തിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പൈസി മക്രോണി തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. ഇനി അതിലേക്ക് ഇതേ ഒരല്പം, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതിയാവും കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. റെഡും ഗ്രീനും എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വഴണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഏകദേശം 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ടൊമാറ്റോ പൂരി ചേർത്ത് കൊടുക്കാം. 2 ടൊമാറ്റോ നമ്മൾ വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുമ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റണം. ആ പച്ചമണം മാറാതെ നമ്മളൊന്നും ചെയ്യരുത് കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ. ഇത് കുറച്ച് നേരം നമ്മളിട്ട് ഒന്ന് ഇളക്കി, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് വഴണ്ട എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പാകം. അതുവരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോയുടെ പച്ചമണമൊക്കെ മാറി ഇതേ വെണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരുവത്തിൽ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ചേർത്താൽ ഭയങ്കര ചൊവയായിരിക്കും, ഒരു പച്ച ചൊവ ഉണ്ടാവും എപ്പോഴും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സ്പൈസി മക്രോണി ആണല്ലോ, അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം ഓർഗാനോ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓർഗാനോ, അത് ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരല്പം. ഒരല്പം ഓർഗാനോ കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ മക്രോണി വേവിച്ച ആ വെള്ളം 1 കപ്പ് മാറ്റി വെക്കാൻ പറഞ്ഞല്ലോ, അതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് പാലാണ്. സാധാരണ പാലാട്ടോ, പശുവും പാലാണ്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്താൽ ഇളക്കി കൊടുക്കാം. നമ്മൾ പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ക്രീം ചേർത്തിട്ട് അതും കൂടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ സ്പൈസി മെക്രോണിക്കുള്ള സോസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മെക്രോണി ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു പീസ് ബട്ടറാണ്. ഇത് സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ അലിഞ്ഞോളും കേട്ടോ. അങ്ങനെ നമ്മൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതുമായിട്ട് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇതിനകത്ത് ഉപ്പ് കുറച്ച് കുറവായിട്ടോ. നമ്മൾ ആ സോസിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. ഇപ്പം കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് മാത്രം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ സോൾട്ടഡ് ബട്ടർ അല്ലേ ഇട്ടേ. അപ്പോൾ ആ ഉപ്പും കൂടി ചിലപ്പോൾ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ കൂടി പോകും. അതുകൊണ്ട് അതൊക്കെ ഇട്ടതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസി മെക്രോണി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.